നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് വരിക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും ആദ്യത്തെ EVM നമ്മൾ ക്ലിക്ക് ചെയ്യുക. EVM ക്ലിക്ക് ചെയ്യുക. EVM ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തത് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ ഇതിലാദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിലായിട്ട് ഓപ്പൺ എന്ന് കാണുന്നത് 2 പാർട്ടായിട്ട് ഓപ്പൺ കാണുന്നുണ്ട്. ഏറ്റവും മുകളിലുള്ള ഓപ്പണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സൗണ്ടോട് കൂടി ഇതിങ്ങനെ വരും. അപ്പോൾ ഇതിൽ കാൻഡിഡേറ്റ് സെറ്റ് എന്ന് കാണിക്കും. ഇതിൽ കാൻഡിഡേറ്റ് സെറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ക്ലോസ് വോട്ടിംഗ് എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. നമുക്കൊരു കാര്യം ചെയ്താൽ താഴെ വന്നിട്ട് അവിടെ ക്ലോസ് കൊടുക്കുക. അവിടെ ക്ലോസ് കൊടുത്തിട്ട് നമ്മൾ കാൻഡിഡേറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അതായത് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ആഡ് ന്യൂ, ഡിലീറ്റ് പ്രീവിയസ് കാൻഡിഡേറ്റ്. അപ്പം ന്യൂ ആണ് ചെയ്യുന്നതെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷന് ചെല്ലുക. എഡിറ്റ് കീപ്പ് പ്രീവിയസ്. അപ്പം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഓപ്ഷനിൽ പോവുകയാണ്, കീപ്പ് പ്രീവിയസ്. അപ്പോൾ ഞാനിവിടെ കാൻഡിഡേറ്റ്സിൻ്റെ പേര് എഴുതിയിട്ടില്ല. എത്ര കാൻഡിഡേറ്റ്സിന് വേണമെങ്കിൽ നമുക്ക് ആഡ് ഓപ്ഷനും ചേർത്തിട്ട് കൊടുക്കാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ 1 2 3 4 അവരുടെ പേര് വേണമെങ്കിൽ അവരുടെ പിക്ചറൊക്കെ ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് താഴെ ആഡ് ന്യൂ അല്ലെങ്കിൽ സേവ് എന്ന് കാണുന്നു. നമ്മൾ ആഡ് ന്യൂ ഇല്ലെങ്കിൽ സേവ് ചെയ്യുന്നു. അപ്പോൾ അത് ഫിനിഷായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് താഴെ കാണുന്നതിൽ നമുക്കത് ക്ലോസ് ചെയ്യാം. അതിങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്ത് കിട്ടും. അതിനുശേഷം നമ്മളിവിടെ ഈ താഴെ കാണുന്ന ഈ ക്ലോസ്, റിസൾട്ട്, പ്രിൻറ്റ്, ക്ലിയർ, അതിനകത്ത് ക്ലിയർ ഒന്നും നമ്മൾ ചെയ്യുക. ക്ലിയർ. അപ്പോൾ ക്ലിയർ എന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ശബ്ദം കേൾക്കും. അപ്പോൾ ഇവിടെ ക്ലോസ് ആണ് ഇതിനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്കിത് ക്ലോസ് ചെയ്യാം. ഈ ഷട്ടർ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഈ ബാലറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ്സിൻ്റെ പേര് വന്നു കഴിഞ്ഞു. അപ്പോൾ കാൻഡിഡേറ്റ്സിൻ്റെ പേര്, അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ 1 യെസ് അതിനകത്ത് വോട്ട് ചെയ്യുമ്പോൾ ആ സൗണ്ട് വന്നിട്ട് പിന്നെ ബാലറ്റിലേക്ക് വരും. ഇനി നമ്മൾ അടുത്ത ആൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ബാലറ്റിൽ തന്നെ നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അടുത്ത ആൾക്കും ഇവിടെ വോട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ നമ്മളൊരു ചെയ്യുമ്പോൾ നമ്മൾ ഒരു 2 ക്ലാസ്സൊക്കെ ചെയ്യുമ്പം കൗണ്ട് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ അതിന് ടോട്ടൽ എന്ന് പറഞ്ഞ് ഇവിടെ വരും. ടോട്ടൽ. അപ്പം ഞാൻ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ റെഡിൽ കാണിക്കുന്നത് ടോട്ടലാണ്. ടോട്ടൽ എത്ര വോട്ട് ഉണ്ടോയെന്ന് കാണിക്കും. ഇനി ഇത് കൗണ്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് വോട്ട് കൗണ്ട് ചെയ്യാനായിട്ട് ഈ രണ്ടാമത്തെ ഓപ്പൺ ചെയ്യുക. രണ്ടാമത്തെ പാർട്ടിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്ലോസ് കൊടുക്കുക. ഈ ക്ലോസ് കൊടുക്കുന്നത് നമ്മൾ ഇലക്ഷൻ ക്ലോസ് ആയി എന്ന് കാണിക്കുന്നത്, വോട്ടിംഗ് ക്ലോസ് ആയി എന്നുള്ളത് കാണിക്കുന്നതാണ്. അതിനുശേഷം റിസൾട്ട്, മുകളിൽ കാണുന്ന റിസൾട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടി, രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടി എന്ന് മുകളിൽ ഇങ്ങനെ വരും. അപ്പോൾ അത് നമ്മൾ എഴുതിയെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്കിപ്പോൾ ഒരു എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ എത്ര കാൻഡിഡേറ്റ്സ് വേണമെങ്കിലും നമുക്ക് ഇപ്പം ഹെഡ് ഗേൾ ആണെങ്കിൽ ഒരു ഫോണിൽ ഹെഡ് ഗേളിനെ ചെയ്യാൻ പറ്റുള്ളൂ. ഹെഡ് ബോയ് അത് വേറൊരു ഫോണിൽ ചെയ്യണം. പിന്നെ സ്പോർട്സ് മിനിസ്റ്റർ വേറൊരു ഫോണിൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓരോ കാറ്റഗറിയിലും വേറെ വേറെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യണം.